ഇന്ത്യയുടെ T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ദക്ഷിണാഫ്രിക്കയാണ് സൂപ്പർ 8-ലെ ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ സൂപ്പർ 8-ലെത്തിയെങ്കിലും പരിഹരിക്കപ്പെടേണ്ട ചില പ്രശ്നങ്ങൾ സൂര്യകുമാർ യാദവിനും സംഘത്തിന് മുൻപിലുണ്ട്. ഓപ്പണിംഗിൽ ഹാട്രിക് ഡെക്കിലേക്ക് വീണ അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജുവിനെയോ ഇഷാൻ കിഷനെയോ ഓപ്പണിംഗിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യവും ശക്തമാണ്. T20 ലോകകപ്പിൽ ഇതുവരെ ഒരു റൺസ് പോലും സ്കോർ ചെയ്യാൻ അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. 7 മത്സരങ്ങളിൽ 5 വട്ടമാണ് അഭിഷേക് ശർമ്മ 0-ന് പുറത്തായത്. ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വട്ടം 0-ന് പുറത്താവുന്ന ഇന്ത്യൻ T20 താരം എന്ന റെക്കോർഡിൽ സഞ്ജുവിനൊപ്പം അഭിഷേക് ശർമ്മയും എത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8 പോരാട്ടത്തിന് മുൻപിൽ നെറ്റ്സിൽ സഞ്ജു ബാറ്റിംഗ് പരിശീലനം നടത്തി. ഫെബ്രുവരി 20-ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മണിക്കൂറുകളോളം ഫ്ലഡ് ലൈറ്റിന് കീഴിൽ സഞ്ജു ബാറ്റിംഗ് പരിശീലനം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. പേസർമാരെയും സ്പിന്നർമാരെയും സഞ്ജു നെറ്റ്സിൽ നേരിട്ടു. എന്നാൽ മറുവശത്ത് അഭിഷേക് ശർമ്മ വെള്ളിയാഴ്ച ആദ്യം ബോളിംഗിലാണ് പരിശീലനം നടത്തിയത്. സഞ്ജു പ്ലേയിങ് ലെവലിലേക്ക് വരുന്നതിന്റെ സൂചനയാണോ നെറ്റ്സിലെ ഈ മാറ്റം എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നെറ്റ്സിൽ മികച്ച ഷോട്ടുകൾ കണ്ടെത്തി താളം വീണ്ടെടുക്കാൻ സഞ്ജുവിന് സാധിച്ചതായിട്ടാണ് സൂചന. അഭിഷേകിന്റെ അഭാവത്തിൽ നവീബയ്ക്കെതിരെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത സഞ്ജുവിന് മികച്ച തുടക്കം കണ്ടെത്താനായിരുന്നു. 8 പന്തിൽ 22 റൺസാണ് അന്ന് നേടിയത്. എന്നാൽ അഭിഷേകിന്റെ 3-0 കുറിച്ച് ടീം മാനേജ്മെന്റ് ചിന്തിക്കുന്നില്ലെന്നാണ് മത്സരത്തിന് മുൻപുള്ള പ്രസ് കോൺഫറൻസിൽ ഇന്ത്യൻ ബോളിംഗ് കോച്ച് മോണി മോർക്കൽ പ്രതികരിച്ചത്. മോർക്കലിന്റെ വാക്കുകൾ ഇങ്ങനെ: അഭിഷേക് ലോകോത്തര ബാറ്ററാണ്. മികച്ച പ്രകടനം അഭിഷേക് നിന്ന് വരും. നെറ്റ്സിൽ അഭിഷേക് തന്നെയാണ് ബാറ്റ് ചെയ്യുന്നത്. USA, നമീബിയ, പാകിസ്ഥാൻ, നെതർലാൻഡ്സ് എന്നീ ടീമുകളെ തോൽപ്പിച്ചാണ് ഇന്ത്യ സൂപ്പർ 8-ലേക്ക് കടന്നത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.